മനുഷ്യരെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. അവരെ അതിൽ നിന്ന് വിമോചിപ്പിച്ചുകൊണ്ട് രക്ഷിച്ചുകൊണ്ട് സാക്ഷാൽ പ്രപഞ്ചനാഥനെ മാത്രം ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉയർത്താനാണ്, വളർത്തിക്കൊണ്ടുവരാനാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തില്ലാഹി വഹ്ദഹു വമിൻ ളീഖിദ് ദുനിയാ ഇലാ സഅതിഹാ. ഈ ദുനിയാവിന്റെ സർവ്വ കുരുക്കുകളിൽ നിന്നും കുടുസുകളിൽ നിന്നും മനുഷ്യരെ വിമോചിപ്പിച്ചുകൊണ്ട് ഇസ്ലാം വിഭാവന ചെയ്യുന്ന വിശാലതയിലേക്ക് കൊണ്ടുപോകാൻ. വമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം. മതങ്ങൾ തീർത്ത അനീതിയുടെ കെട്ട വ്യവസ്ഥകളിൽ നിന്നവരെ വിമോചിപ്പിച്ചുകൊണ്ട് ഇസ്ലാം വിഭാവന ചെയ്യുന്ന നീതിയുടെ വിശാലമായ തലങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഇത് മഹാന്മാരായ ഇസ്ലാമിന്റെ ദൂതന്മാർ വലിയ വലിയ കൊട്ടാരങ്ങളിൽ നടത്തിയ പ്രഭാഷണമാണ്. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഈ മഹാപ്രഭാഷണത്തിന്റെ ആശയവും ഗാംഭീര്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിനെ ഉജ്ജ്വലമായി പ്രതിനിധീകരിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ നാം പ്രതിനിധീകരിക്കേണ്ടത്? എന്തുകൊണ്ടാണ് നാം ഇസ്ലാമിനെ അറിയിച്ചു കൊടുക്കേണ്ടത്? എങ്ങനെയാണ് അറിയിച്ചു കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞു, പൂർവികരായ ആളുകൾ ജീവിതത്തിലൂടെയാണ് ഇസ്ലാമിനെ അറിയിച്ചു കൊടുത്തത്. ഇസ്ലാമിന്റെ മാതൃകകൾ അവർക്ക് വായിക്കാൻ കഴിഞ്ഞു, കാണാൻ കഴിഞ്ഞു. അപ്പൊ ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യവും ഇസ്ലാമിന്റെ ഒരു സവിശേഷതയും അത് അനന്യമാണ്, നമുക്ക് വിവരിക്കാൻ കഴിയാത്തതാണ്. ആ സൗന്ദര്യവും ശാന്തമായ ഈ സന്ദേശത്തിന്റെ ഗുണങ്ങളുമാണ് ലോകത്തിന് നാം പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ ഒരു മതമാണിത്. ഈ ദുനിയാവിലെ സർവ്വ കുരുക്കുകളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കുവാൻ, ആത്യന്തിക വിജയം നേടുവാൻ ആവശ്യമായ മഹാസന്ദേശങ്ങളാണ് ഇസ്ലാം. ഇസ്ലാമിക ശരീഅത്തിന്റെ സവിശേഷത എങ്ങനെ നാം വായിച്ചു നോക്കുമ്പോ നാം അത്ഭുതപ്പെട്ടു പോകും. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ അത് വളരെ ഭംഗിയായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എല്ലാ സമൂഹങ്ങളിലേക്കും ഓരോരോ സന്ദേശങ്ങൾ പരമകാരുണികനായ റബ്ബ് നൽകിയിട്ടുണ്ട്. അത് ആ കാലഘട്ടത്തിലേക്ക് മാത്രമായിരുന്നുവെങ്കിൽ, ഇസ്ലാമിന്റെ സന്ദേശം പല കാലഘട്ടങ്ങളിലേക്ക് ക്ലിപ്തപ്പെടുത്തിയിരുന്നുവെങ്കിൽ, വിശുദ്ധ ഖുർആനിന്റെ മഹാസന്ദേശമുണ്ടല്ലോ, അത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കുള്ളതാണ്. ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കുള്ളതാണ്. ഓരോ കാലഘട്ടത്തിലും ശരീഅത്തുണ്ട്. എന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള മഹാസന്ദേശമാണ് വിശുദ്ധ ഖുർആനിലൂടെ പരമകാരുണികനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത്. ബനൂ ഇസ്രായേൽ സമൂഹത്തിന് അല്ലാഹു നൽകിയ മഹാ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നു. നോക്കൂ, വലഖദ് ആതൈനാ ബനീ ഇസ്രായീലൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ്വ വറസഖ്നാഹും മിനത് ത്വയ്യിബാത് വഫല്ലൽനാഹും അലൽ ആലമീൻ. ബനൂ ഇസ്രായേൽ സമൂഹത്തിന് ഒട്ടനവധി അനുഗ്രഹങ്ങൾ നാം നൽകിയിട്ടുണ്ട്. അവർക്ക് വേദവും വേദവിജ്ഞാനവും പ്രവാചകത്വവും നൽകിയിട്ടുണ്ട്. വറസഖ്നാഹും മിനത് ത്വയ്യിബാത് വഫല്ലൽനാഹും അലൽ ആലമീൻ. വിശിഷ്ടമായ ഭക്ഷണം, ഉപജീവന മാർഗം നാം നൽകിയിട്ടുണ്ട്. അതുപോലെ മിക്കവരെക്കാളും അവർക്ക് നാം ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ബനൂ ഇസ്രായേൽ സമൂഹത്തിന് നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയാ. എന്നിട്ട് പറഞ്ഞു, വആതൈനാഹും ബയ്യിനാതിൻ മിനൽ അംർ. അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, മതനിയമങ്ങൾ നാം നൽകിയിട്ടുണ്ട്. ഫമഖ്തലഫൂ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽം ബഗ്യം ബൈനഹും ഇന്ന റബ്ബക യഖ്ലീ ബൈനഹും യൗമൽ ഖിയാമ ഇന്ന റബ്ബക യഖ്ലീ ബൈനഹും യൗമൽ ഖിയാമത്തി ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. വ്യക്തമായ ദൃഷ്ടാന്തങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് അവർ പരസ്പരം ഭിന്നിച്ചു പോയത്. അതവർ തമ്മിലുള്ള പക കൊണ്ടാണ്, വിദ്വേഷം കൊണ്ടാണ്. എന്നാൽ നാളെ പരലോകത്ത് മനുഷ്യരെയെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന നാളിലുണ്ടല്ലോ, മനുഷ്യർ ഭിന്നിച്ച വിഷയത്തിൽ പരമകാരുണികനായ അല്ലാഹു തീർപ്പ് കൽപ്പിക്കുന്നതാണ്. ഇത് ബനൂ ഇസ്രായേൽ സമൂഹത്തിന് നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു അറിയിക്കുന്നത്, ثم جعلناك على شريعة من الأمر. ഓ നബി, നിനക്ക് നാം നൽകിയിട്ടുള്ളത് വ്യക്തമായ ഒരു മതസന്ദേശമാണ്, സുതാര്യമായ ഒരു മതസന്ദേശമാണ്, തെളിഞ്ഞ ഒരു മതസന്ദേശമാണ്. ثم جعلناك على شريعة من الأمر فاتبعها. നീ ആ മതസന്ദേശത്തെയാണ് പിന്തുടരേണ്ടത്. ولا تتبع أهواء الذين لا يعلمون. അറിവില്ലാത്ത ആളുകളുടെ ജൽപ്പനങ്ങളെ നീ ഒരിക്കലും പിൻപറ്റിപ്പോകരുത്. മനുഷ്യനിർമ്മിത ദർശനങ്ങളെ നീ ഒരിക്കലും പിൻപറ്റിപ്പോകരുത്. മനുഷ്യരുണ്ടാക്കുന്ന മതനിയമങ്ങൾ ഒരിക്കലും നീ പിൻപറ്റിപ്പോകരുത്.
ഇച്ഛകളുടെ പിന്നാലെ നീ ഒരിക്കലും പോകാൻ പാടില്ല. നീ പിന്തുടരേണ്ടത് പരമകാരുണികനായ റബ്ബിൽ നിന്ന് നിനക്ക് അവതീർണമായ ഈ അനന്യമായ സുതാര്യമായ വെളിച്ചമുള്ള ഈ മഹാസന്ദേശമാണ്. ഇന്നഹും ലം യുഗ്നൂ അൻക മിനല്ലാഹി ശൈആ. കാരണം അറിവില്ലാത്ത ആളുകളുടെ വാക്കുകൾ നാളെ പരലോകത്ത് നിനക്ക് ഉപകരിക്കുകയില്ല. ധർമ്മവും അധർമ്മവും വ്യവച്ഛേദിക്കുന്ന വേദിയുണ്ടല്ലോ പരലോകം. ആ പരലോകത്ത് നിനക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ ഈ മതസന്ദേശത്തെയാണ് നീ പിൻപറ്റേണ്ടത്. ഇത് സുതാര്യമാണ്, വെളിച്ചമുള്ള പാതയാണ്, കുരുക്കുകളില്ലാത്ത വഴിയാണ്, യാതൊരു സംശയത്തിനും ഇടനൽകാത്ത ഒരു വഴിയാണ് ഇസ്ലാമിക ശരീഅത്ത്. ആ വഴിയിലൂടെ നീ സഞ്ചരിച്ചാൽ നിനക്ക് മഹാവിജയം നേടാൻ കഴിയുമെന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു അറിയിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ആലോചിക്കുക. പരമകാരുണികനായ റബ്ബ് സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെ ജീവിക്കുന്ന മനുഷ്യർക്ക് നൽകിയ സുതാര്യമായ പാതയാണ് ഇസ്ലാം. ആ വെളിച്ചമുള്ള പാതയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് സംവിധാനിച്ചിട്ടുള്ള മഹാസ്വർഗത്തിൽ ഉന്നതമായ ഇടം നമുക്ക് നേടിയെടുക്കാൻ കഴിയും.